സുഡാനിലെ അർദ്ധസൈനിക വിഭാഗം നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 85 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഒരു ഗ്രാമത്തെയാകെ കൊള്ളയടിച്ച് കത്തിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ 18 മാസമായി സുഡാനിൽ തുടരുന്ന അരാജകത്വത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരകളാണിത്, ഈ 85 മനുഷ്യർ. ഇതിനുശേഷവും സുഡാനിൽ കൊലവിളികൾ ഉയരുകയാണ്. ജൂലൈ അവസാനം സെന്നാർ പ്രവിശ്യയിലെ ഗൽഗാനിൽ ആക്രമണം തുടങ്ങി. കഴിഞ്ഞയാഴ്ച RSFകാർ സ്ത്രീകളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഈ ശ്രമങ്ങളെ ചെറുത്തതിനെ തുടർന്ന് ഗ്രാമത്തിലെ നിരായുധരായ നിവാസികൾക്ക് നേരെ വെടിയുതിർത്തതായി സുഡാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. 150ലധികം ഗ്രാമീണർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ആരംഭിച്ച യുദ്ധം, സൈന്യവും സംഘവും തമ്മിലുള്ള പിരിമുറുക്കം തലസ്ഥാനമായ ഖാർത്തൂമിലും മറ്റിടങ്ങളിലും തുറന്ന പോരാട്ടത്തിലേക്ക് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ രാജ്യത്തുടനീളമുള്ള കൂട്ടക്കൊലകൾ, ബലാത്സംഗങ്ങൾ, മറ്റു ഗുരുതരമായ ലംഘനങ്ങൾ എന്നിവയ്ക്ക് RSF ആരോപിക്കപ്പെടുന്നു. ലോക്കൽ മെഡിക്കൽ സെന്ററിലെ ആരോഗ്യ പ്രവർത്തകൻ പറയുന്നതനുസരിച്ച് താമസക്കാർ ചെറുത്തു നിൽക്കുകയും ഒരു കൂട്ടം RSFകാരുടെ ആക്രമണത്തെ ചെറുക്കുകയും ചെയ്തതിനു ശേഷമാണ് വലിയ ആക്രമണമുണ്ടായത്. പിന്നീട് സംഘം പിൻവാങ്ങി. എന്നാൽ ഓട്ടോമാറ്റിക് റൈഫിലുകളും കനത്ത ആയുധങ്ങളുമായി ഡസൻ കണക്കിന് പിക്കപ്പ് ട്രക്കുകളിലായി 100 കണക്കിന് RSFകാർ തിരിച്ചെത്തിയതായി തൊഴിലാളികളും മറ്റൊരു താമസക്കാരനും പറഞ്ഞു. വെള്ളിയാഴ്ച വരെ മെഡിക്കൽ സെന്ററിൽ 24 സ്ത്രീകളും പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടെ കുറഞ്ഞത് 80 മൃതദേഹങ്ങളെങ്കിലും ലഭിച്ചിട്ടുണ്ടെന്ന് തന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ഭയം കാരണം അജ്ഞാതാവസ്ഥയിൽ സംസാരിച്ച തൊഴിലാളി പറഞ്ഞു. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഡാർഫറിൽ നടന്ന വംശഹത്യയുടെയും യുദ്ധക്കുറ്റങ്ങളുടെയും പര്യായമായി മാറിയ അറബ് മിലിഷ്യയുടെ പേര് ഉപയോഗിച്ച് വളർന്നുവന്ന RSF അറബ് മിലിഷ്യയുടെ പേര് ഉപയോഗിച്ചാണ് തെരുവിലിറങ്ങുന്നത്. ജൂണിൽ ഖാർട്ടൂമിന് തെക്കുകിഴക്കായി 350 കിലോമീറ്റർ അകലെ സിന്നാറിന്റെ പ്രവിശ്യ തലസ്ഥാനമായ സിംഗയെ RSF ആക്രമിച്ചു. അവർ നഗരത്തിലെ പ്രധാന മാർക്കറ്റ് കൊള്ളയടിക്കുകയും അതിന്റെ പ്രധാന ആശുപത്രി കൈവശപ്പെടുത്തുകയും ആയിരക്കണക്കിന് ആളുകളെ പലായനം ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തു. സൈന്യവും RSFും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾക്ക് അമേരിക്ക നേതൃത്വം നൽകുന്നതിനിടെയാണ് ഏറ്റവും പുതിയ ആക്രമണം. സൈന്യം ബഹിഷ്കരിച്ച ചർച്ചകൾ കഴിഞ്ഞയാഴ്ച സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ചിരുന്നു. സൗദി അറേബ്യ, ഈജിപ്ത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ആഫ്രിക്കൻ യൂണിയൻ, UN എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. RSF ജനീവയിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചെങ്കിലും യോഗങ്ങളിൽ പങ്കെടുത്തില്ല. ഡസൻ കണക്കിന് ആളുകളെ കൊല്ലുകയും പട്ടിണിയുടെ വക്കിലേക്ക് തള്ളിവിടുകയും ചെയ്ത വിനാശകരമായ സംഘർഷം പരിഹരിക്കാനുള്ള ഏറ്റവും പുതിയ അന്താരാഷ്ട്ര ശ്രമമായിരുന്നു ചർച്ചകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.